20ഓളം മദ്രസയിലെ വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച ഉസ്താദ് അറസ്റ്റിലായി. ശക്തമായ അന്വേഷണം നടക്കണം. സത്യമാണെന്ന് തെളിഞ്ഞാൽ ഏറ്റവും കൂടിയ ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് നമ്മുടെ അഭിപ്രായം. മുസ്ലിം ഉമ്മത്തിൻ്റെ നിലപാടാണത്. പാലത്തായി കേസിൽ പപ്പനെ രക്ഷിക്കാനോടിയ സംഘികളെപ്പോലെ മുസ്ലിം ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കില്ല. കൃത്യമായ അന്വേഷണത്തിലൂടെ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പായാൽ അതികഠിനമായ ശിക്ഷ ലഭിക്കാൻ ഏതറ്റം വരെയും പോകാൻ മുസ്ലിം ഉമ്മത്ത് മുമ്പിലുണ്ടാകും. അതാണ് നമ്മുടെ നിലപാട്. ചിലതൊക്കെ പറയാനുണ്ട്. ഞാനിങ്ങനെ ചിന്തിച്ചു പോകുന്നൊരു കാര്യമുണ്ട്. ഇത്തരം ആളുകൾ ഓരോരോ മദ്രസകൾ ഇങ്ങനെ മാറി മാറി ജോലി ചെയ്യുകയാണ്. ഒരു പള്ളിയിൽ ഈ കേസിൽ പിടിക്കപ്പെട്ടു. അവർ രാത്രിക്ക് രാമാനം അവിടെ നിന്ന് നാട് കടത്തി. അയാൾ പോയി അടുത്ത പള്ളിയിൽ ജോലി ചെയ്യുന്നു. വീണ്ടും ഇതേ കേസിൽ പിടിക്കപ്പെടുന്നു. അവിടെ നിന്ന് രാത്രിക്ക് രാമാനം നാട് കടത്തുന്നു, അടുത്ത പള്ളിയിലേക്ക് എത്തുന്നു. എത്രമേൽ മോശം സംവിധാനമാണിത്. നമ്മുടെ മദ്രസ മഹല്ല് കമ്മിറ്റികളൊക്കെ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമായി. നിർബന്ധമായും നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ മദ്രസ എന്ന് പറയുന്നത് മോശം സംഗതികൾ നടക്കാനുള്ള സ്ഥലമല്ല, നടക്കാൻ പോയിട്ട് ചിന്തിക്കാൻ പോലും പാടില്ലാത്ത സ്ഥലമാണ്. കാരണം അത് ധാർമ്മികത പഠിപ്പിക്കുന്ന ഇടമാണ്. ധാർമ്മികതയുടെ ഉറവിടമാണ് യഥാർത്ഥത്തിൽ മദ്രസ എന്ന് പറഞ്ഞാൽ. ഇവിടെ സിസ്റ്റം ഒന്ന് ക്ലിയർ ആകാനുണ്ട്. സിസ്റ്റം ഭംഗിയാകണം. മഹല്ല് കമ്മിറ്റികൾ ഈ വിഷയത്തിൽ ഉണർന്ന് പ്രവർത്തിക്കണം. നമുക്ക് കൃത്യമായ മദ്രസ വിദ്യാഭ്യാസ ബോർഡുകളുണ്ട്. ഈ ബോർഡുകളിലെ കൃത്യമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റിയ ക്വാളിറ്റിയുള്ള ക്വാളിഫൈഡായ അധ്യാപകർ വേണം. MA എടുത്ത എല്ലാവരും അധ്യാപകരാകുന്നില്ല. അതിന് ചില കഴിവുകൾ വേണം. കുട്ടികളിലേക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയ, മനോഹരമായി കുഞ്ഞുങ്ങളിലേക്ക് ധാർമ്മികത പകർന്നു കൊടുക്കാനുള്ള ക്വാളിറ്റിയുള്ള കഴിവുള്ള അധ്യാപകർ വേണം. അല്ലാതെ ഒരു മുസ്ലിയാരായി എന്ന പേരിൽ, തലേക്കെട്ടി എന്ന പേരിൽ ഒരാളെയും കൊണ്ടുവന്ന് മദ്രസയിൽ ജോലിക്ക് നിർത്തരുത്. ആ ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കുക. അതിന് ഏറ്റവും നല്ലൊരു വഴി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എത്ര പേരത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഒരു മദ്രസയിലേക്ക് ഒരു ഉസ്താദിനെ നിയമിക്കുമ്പോൾ ഇപ്പോൾ ഖത്തീബിനെയൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ മദ്രസയിലെ ഉസ്താദിന് എന്ത് ചെയ്യും? നിങ്ങളൊരു 3 മാസം ട്രെയിനിങ് പീരീഡ് നിശ്ചയിക്കുക. ആ ട്രെയിനിങ് പീരീഡിൽ ശമ്പളം കൊടുത്തോ. 3 മാസം ട്രെയിനിങ് പീരീഡ് നിശ്ചയിച്ചിട്ട് ഉസ്താദുമാരോട് പറയാം, ജോയിൻ ചെയ്യാൻ വരുന്നവരോട്, ഉസ്താദെ ഈ 3 മാസം നിങ്ങൾ എങ്ങനെയാണോ മദ്രസ കൈകാര്യം ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങളിവിടെ പെർമനൻ്റ് ആക്കുന്നത്. അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തൃപ്തിയായില്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇവിടെ നിന്ന് മാറിപ്പോകണം. കൃത്യമായിട്ടത് പറഞ്ഞ് ഒപ്പിടിച്ച് വാങ്ങിയിട്ട് വേണം ജോലിക്ക് നിർത്താൻ. അങ്ങനെയാണ് അവരുടെ അവർ ട്രെയിനിങ്ങിലൂടെ നേടിയെടുത്ത സ്കില്ലുകൾ എന്തോരമുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല സാലറി കൊടുക്കുക. ഇപ്പോൾ നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ ഉസ്താദുമാരൊക്കെയാണ് പഠിച്ചിറങ്ങുന്നത്. പക്ഷെ എത്ര പേര് മദ്രസയിൽ പഠിപ്പിക്കാൻ വരുന്നുണ്ട്? എന്തേതിൻ്റെ കാരണം? നിങ്ങൾ തുച്ഛമായ സാലറിയാണ് ഈ മദ്രസയിൽ കൊടുക്കുന്നത്. വളരെ തുച്ഛമായ സാലറി. ഈ പള്ളിക്ക് ബിൽഡിംഗ് ഉണ്ടാക്കുക, പള്ളി പിന്നെയും വലുതാക്കുക എന്നൊക്കെ പറയുന്നത് സെക്കൻഡറിയാണ്. പ്രൈമറി എന്താണെന്നറിയോ നിങ്ങൾക്ക്? മഹല്ലിലെ ജനങ്ങളിലേക്ക് ദീൻ എത്തിച്ചു കൊടുക്കുക. അതിനുള്ള ഏറ്റവും നല്ല വഴിയല്ലേ മദ്രസ. അപ്പോൾ ആ മദ്രസയിൽ ക്വാളിറ്റിയുള്ള ക്വാളിഫൈഡ് അധ്യാപകരെ നിയമിക്കുമ്പോൾ അവർ വന്ന് നിൽക്കണമെങ്കിൽ നല്ല സാലറി തന്നെ കൊടുക്കണം. ഉയർന്ന ശമ്പളത്തിന് നല്ല എഡ്യൂക്കേറ്റഡ് ആയ അധ്യാപകരെ നിങ്ങൾ നിർത്തി നോക്കിയേ. അവിടെ നിങ്ങളുടെ മദ്രസയ്ക്ക് മഹല്ലിന് തന്നെ വലിയ മാറ്റം ഉണ്ടാകും. ഇത് ഏതെങ്കിലും ഒരു തലയിൽ കിട്ടിയ മൊയിലാർ വന്ന് ഞാൻ മദ്രസ എടുത്തോളാം, അതൊരു 8000 നിൽക്കുമോ, എന്നാൽ ഫിക്സ് സെറ്റാക്കിക്കോ. ഇതിന് അള്ളാഹിനോട് നമ്മൾ കണക്ക് പറയേണ്ടി വരൂലേ? ഇത്തരം ഒരു കേസ് വരുമ്പോൾ നിങ്ങളല്ലേ ആദ്യം അള്ളാഹിൻ്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരിക? ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത തലയെക്കെട്ടി എന്നതിൻ്റെ പേരിൽ പിടിച്ചു നിർത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ തോന്നിവാസം കാണിച്ച് കഴിയുമ്പോഴത്തേക്കും അയാളെ പിടിച്ച് തല്ലിക്കൊന്നത് കൊണ്ട് മാത്രം എന്ത് കാര്യം? അപ്പോൾ സാലറി, നല്ല സാലറി കൊടുത്ത് ക്വാളിറ്റി ഉള്ള ആളുകളെ നിർത്തുക. മൂന്നാമത്തേത്, ഒരു CCTV സർവൈലൻസ് മദ്രസയിൽ ഉണ്ടാകണം. അത് ഉസ്താദുമാർ മോശമായതുകൊണ്ടെന്നല്ല ഞാൻ പറയണത്. കള്ളക്കേസും ഇത്തരത്തിൽ ധാരാളം ഉണ്ടാകുന്നുണ്ട്. ഇനി അങ്ങനെ ഒരു കള്ളക്കേസ് വന്നാൽ പോലും ഉസ്താദുമാർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം. കണ്ടില്ലേ നിങ്ങൾ ആ CCTV ഒന്ന് നോക്ക്. ഞാൻ അങ്ങനെ ടച്ച് ചെയ്തു എന്നാണല്ലോ കുട്ടി പറയണത്. എവിടെ? ഇതാ CCTVയിൽ നിങ്ങളൊന്ന് കാണിച്ചതാ. നിങ്ങൾക്കും രക്ഷപ്പെടാം. വെറുതെ CCTV വെച്ചിട്ട് കാര്യമില്ല. അത് വർക്കിംഗ് ആണോ എന്ന് കൃത്യമായിട്ട് നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ നിങ്ങളവിടെ പ്രവർത്തനക്ഷമത ഭംഗിയായി ഉറപ്പാക്കണം. അതിൽ മദ്രസ മാനേജ്മെൻറ്റ് കൃത്യത കാണിക്കണം. അതുപോലെ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മദ്രസയിൽ ഇടയ്ക്കിടെ സന്ദർശനം നടത്തണം. മാനേജ്മെൻറ്റ് ഉസ്താദുമാരെ നിശ്ചയിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകാനാണെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത് കേട്ടോ. നിങ്ങൾ ആ കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ച് പോയിക്കൊള്ളണം. മദ്രസയിൽ ഉസ്താദുമാരെ കൃത്യമായി നിശ്ചയിച്ചിട്ട് കുട്ടികളോടുള്ള ഇൻട്രാക്ഷൻ എങ്ങനെയാണ്? ഇത് ഉസ്താദുമാരെ മോശമാക്കാനല്ല, പഠന നിലവാരം മെച്ചപ്പെടുത്താനാണ്. മനസ്സിലായോ?
ആ ഒരു നിലവാരം ഭംഗിയായി ഉസ്താദുമാരും ശിഷ്യന്മാരും അല്ലെങ്കിൽ ശിഷ്യകളും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഭംഗിയായാലാണ്, അവർ തമ്മിലുള്ളൊരു ബാന്ധവം ഭംഗിയായാലാണ്, അദബുകേടുകളിൽ നിന്ന് രക്ഷ ഉറപ്പായാൽ മാത്രമാണ് നല്ല ചിട്ടയാർന്നൊരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് മഹല്ല് കമ്മിറ്റിയുടെ പിന്തുണ കൂടെ വേണം. അവരിടയ്ക്കിടെ മദ്രസ സന്ദർശിക്കണം. പഠന നിലവാരം എങ്ങനെയുണ്ട്, കുട്ടികളോട് ക്ലാസ് കഴിയുമ്പോൾ ഇന്ന് പഠിപ്പിച്ച വിഷയങ്ങളെക്കുറിച്ച് കമ്മിറ്റിക്കാരെ ചോദിക്കണം. 5ാം ക്ലാസ്സിലെത്തിയ കുട്ടിയെ വിളിച്ചിരുത്തിയിട്ട് നിങ്ങളിടയ്ക്ക് എന്ത് ചെയ്യുക, ഖുർആനൊന്ന് ഓതിപ്പിച്ച് നോക്കുക. 5ാം ക്ലാസ് എത്തിയിട്ടും അവന് അക്ഷരം പോലും കിട്ടുന്നില്ലെങ്കിൽ ഉസ്താദുമാരെ മാറ്റിക്കളഞ്ഞിട്ട് അടുത്ത ഉസ്താദിനെ അവിടെ കൊണ്ടുവരണം. മനസ്സിലാവുന്നുണ്ടോ? ചിലപ്പോൾ എല്ലാ കുട്ടികൾക്കും ഐക്യു ഒരേപോലെയല്ല. ചില കുട്ടികൾ പിന്നാക്കം പോകും, അത് സ്വാഭാവികമാണ്. പക്ഷെ എല്ലാ കുട്ടികളിലും ഈ പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ നടപടിയെടുക്കണം. അല്ലാതെ പാവം അങ്ങനെ മാത്രം നോക്കിയിരുന്നിട്ട് കാര്യമില്ല. കുഞ്ഞുങ്ങളിലേക്ക് ദീൻ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതയായ കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഇടയ്ക്കിടെ കൃത്യമായ പാരൻസ് മീറ്റിംഗ് കൂടുക. പാരൻസ് മീറ്റിംഗ് മാത്രം പോരാ, അത് പാരൻസ് മീറ്റിംഗ് ഇപ്പോൾ 2 മാസം കൂടുമ്പോൾ നടത്തിയാലും നിങ്ങളുടെ ടീച്ചേഴ്സും കമ്മിറ്റിക്കാരും തമ്മിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഇരിക്കുക. കൃത്യമായ മദ്രസയുടെ നിലവാരം ചർച്ച ചെയ്യാം, പഠന നിലവാരം എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കുക, കുട്ടികളുടെ ക്വാളിറ്റീസ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചറിയാം, അവരിലെ അദബുകേടുകൾ കൃത്യമായി മനസ്സിലാക്കുക. ഏതെങ്കിലും കുട്ടികൾ അങ്ങനെ പ്രശ്നക്കാരാണെങ്കിൽ കമ്മിറ്റിക്കാരോട് ചർച്ച ചെയ്തിട്ട് കമ്മിറ്റിക്കാരെ കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് ആ കുഞ്ഞിനെ നന്നാക്കാൻ, ആ പ്രശ്നം തീർക്കാനായിട്ട് ഉസ്താദുമാർ തന്നെ മുൻകൈയെടുക്കുക. ഇങ്ങനെയൊക്കെ നിങ്ങൾ കൃത്യമായി ചെയ്താൽ ഈ പേടുകളെ നമുക്കെടുത്ത് പുറത്തിടാൻ പറ്റും. ഉസ്താദുമാരിൽ ബഹുഭൂരിഭാഗവും നല്ല മനുഷ്യന്മാരാണ്. പിന്നെ തെങ്ങിലുള്ള മുഴുവൻ തേങ്ങയും നല്ല തേങ്ങയാവില്ല, ചിലതൊക്കെ പേട്ട് തേങ്ങയായിരിക്കും. നമ്മൾ ശമ്പളം കുറച്ചിട്ട് ഏറ്റവും പേടുള്ള തേങ്ങേനെ പിടിച്ച് നമ്മളവിടെ കൊണ്ട് നിർത്തും. ക്വാളിറ്റി നമ്മൾ നോക്കുന്നില്ല, ഈമാൻ നമ്മൾ നോക്കുന്നില്ല, തഖ്വ നമ്മൾ നോക്കുന്നില്ല, ഒന്നും നമ്മൾ നോക്കണില്ല. നമ്മൾ നേരെ ശമ്പളം കുറച്ച് മതി, എന്നാൽ ബാങ്ക് കയറിക്കോ. പള്ളി ക്ലീനിങ്ങിനും ബാങ്ക് വിളിക്കാനും കക്കൂസ് കഴുകാനും മദ്രസയിൽ പഠിപ്പിക്കാനും കൂടെ ഒരാളൊരു 10,000 കിട്ടിയാൽ ആഹാ അടിപൊളി, നമ്മുടെ വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു. ഇതല്ല മക്കളെ നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം. അള്ളാഹിനോട് കണക്ക് പറയേണ്ടി വരും. ബാത്റൂം കഴുകാൻ നിങ്ങൾ വേറൊരാളെ ഏൽപ്പിക്കുക, പള്ളി ക്ലീൻ ചെയ്യാൻ വേറെ ആളെ ഏൽപ്പിക്കുക, മദ്രസ പഠിപ്പിക്കാൻ, ഇൽമു പഠിപ്പിക്കാൻ, അതിനായി ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളിലേക്ക് ദീനെത്തിച്ചു കൊടുക്കാൻ കഴിവുള്ള പണ്ഡിതന്മാരെ ഏൽപ്പിക്കണം. അല്ലെങ്കിൽ അള്ളാഹിനോട് നല്ല കണക്ക് പറയേണ്ടി വരും. ഇതിൽ പെട്ടുപോകുന്നൊരു വിഭാഗമുണ്ട്, അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ വാളയാർ വെച്ച് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വാളയാർ കഴിഞ്ഞിങ്ങനെ വരുമ്പോൾ ഒരു കരിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വണ്ടി സൈഡാക്കി ഞാനൊന്ന് ഇറങ്ങിയതാണ്. ഇതിപ്പോൾ ഞാനീ പറയുന്നത് ഇത് മദ്രസയിലെ മാത്രം കാര്യമൊന്നുമല്ല കേട്ടോ. ഇതിപ്പോൾ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഈ ഒരു ക്വാളിറ്റി മെച്ചപ്പെടുത്തണം. ക്വാളിറ്റി ഇല്ലാത്ത ആളുകൾ വരുന്നതാണ് പ്രശ്നം. ഇപ്പം ഞാനൊരു കോളേജിൽ പ്രൊഫസറാണ്. പലപ്പോഴും നമ്മൾ കാണുന്നൊരു സംഗതിയുണ്ട്, ക്വാളിറ്റി ഇല്ലാത്ത അധ്യാപകർ വരുമ്പോൾ കുട്ടികൾ വഴികേടിലായി പോവാണ്. കുട്ടികളെപ്പോലും മിസ്യൂസ് ചെയ്യുന്ന എത്ര അധ്യാപകരുണ്ട്. ഇത് മദ്രസയിൽ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ കാരണം അങ്ങനെ ഒരു ചിന്ത പോലും വരാൻ പാടില്ലാത്ത ധാർമ്മികതയുടെ കേന്ദ്രമായി, അതിൻ്റെ വിളനിലമായി നിൽക്കേണ്ടതാണ് മദ്രസ. അവിടെ നിന്ന് അങ്ങനെ ഒരു സംസാരം പോലും വരാൻ പാടില്ല. അതുകൊണ്ടാണ് കൂടുതൽ ഇത് ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ ഞാൻ അവിടെ ഒരു മനുഷ്യനിങ്ങനെ കാണുകയാണ്, കരിക്ക് കുടിക്കാൻ വേണ്ടി നിന്നപ്പോഴേ കരിക്കൊക്കെ വെട്ടുന്നുണ്ട്, തൊപ്പി ഇങ്ങനെ വെച്ചിട്ടുണ്ട്, മുഖത്ത് നല്ലൊരു ചൈതന്യം തോന്നിയപ്പോൾ ഞാൻ ഇങ്ങനെ പരിചയപ്പെട്ടു. അപ്പോൾ എന്നോട് പെട്ടെന്ന് പറഞ്ഞു, ഉസ്താദെ ഞാൻ ഉസ്താദിൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? അദ്ദേഹം പേര് പറഞ്ഞു. പേരിൻ്റെ ഒപ്പം ഒരു ഡിഗ്രിയും കൂടെ ഉണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ഉസ്താദാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ കരിക്ക് മാത്രമുള്ളോ, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും മദ്രസയോ അല്ലെങ്കിൽ മറ്റ് ഖിദ്മത്ത് സേവനം വല്ലതും ചെയ്യുന്നുണ്ടോ? ഉസ്താദെ ഞാൻ സേവനമൊക്കെ ചെയ്തിരുന്നു, ഉസ്താദിനോടായതുകൊണ്ട് പറയാമല്ലോ, ഇപ്പോൾ എനിക്ക് മദ്രസയ്ക്ക് വെറുത്തുപോയി. ഞാൻ ചോദിച്ചാൽ അങ്ങനെ എന്താ ഒരു വെറുപ്പ് വരാൻ കാരണം? ഒന്നുമില്ല ഉസ്താദെ, ചില പ്രശ്നങ്ങൾ അറിയാമല്ലോ ഇന്നത്തെ കാലഘട്ടം. ഞാൻ പറഞ്ഞു എന്താണെങ്കിലും പറഞ്ഞോ, നമുക്കറിയാമല്ലോ. ഉസ്താദ് ഞാൻ മദ്രസയിൽ അധ്യാപനം നടത്തിയിരുന്ന ഒരാളാണ്. പാലക്കാട് ജില്ലയിലെ വളരെ പ്രസിദ്ധമായൊരു പള്ളിയിലെ മദ്രസയിലാണ് ഞാൻ പഠിപ്പിച്ചിരുന്നത്. ഞാൻ പേര് തൽക്കാലം പറയുന്നില്ല. അങ്ങനെ പഠിപ്പിച്ചിരുന്നതിനിടയ്ക്ക് എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ പോലെയായിരുന്നു. ഏത് മദ്രസയിലുണ്ട് എനിക്ക് കുട്ടികളില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ സ്വന്തം മക്കളെ പോലെയാണ് ഞാൻ എൻ്റെ ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെ കരുതിയിരുന്നത്. എനിക്ക് ശമ്പളം വളരെ കുറവായിരുന്നു. ഞാൻ ചോദിച്ചു എത്രയാണ്? 10,000 താഴെയാണ്. പക്ഷെ അൽഹംദുലില്ലാഹ് ഒന്നും കുഴപ്പമില്ല. അതിൽ ഒരു ഭാഗം ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് മിഠായി മേടിച്ചു കൊടുക്കാനും ഈ കുഞ്ഞുങ്ങളെ പരിഗണിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ ചിലവാക്കുമായിരുന്നു. പക്ഷേ ഈ കുട്ടികൾ നന്നായി പഠിക്കണമെന്നതിൽ ഞാൻ അതിൽ ആഗ്രഹം വെച്ചുകൊണ്ട് ചിലപ്പോൾ ഇത്തിരി ശിക്ഷിക്കുമ്പോൾ അടിക്കുകയും ചെറിയ നുള്ളു കൊടുക്കുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പം അങ്ങനെ എൻ്റെ കുട്ടികളായിട്ട് നന്നായി പോകുന്നതിനിടക്ക് മദ്രസയിൽ നന്നായി പഠിക്കുന്നൊരു കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിന്നാക്കം പോകുന്നുണ്ട്. അപ്പോൾ അന്വേഷിക്കുമ്പോൾ ഇവിടെ ഫോൺ ഉപയോഗം കൂടിയിട്ടാണ് പിന്നാക്കം പോയപ്പോൾ ഞാനൊരു ദിവസം ഇവരുടെ ഈ കയ്യിൻ്റെ ഈ ഭാഗത്തൊരു നല്ല പിച്ച് കൊടുത്തു, പഠിക്കാൻ വേണ്ടി പറഞ്ഞ് നല്ലൊരു നുള്ളു കൊടുത്തു. അതിൽ പിന്നെ അവൾ എന്നോട് മുഖം ചുളിച്ചാണ് സംസാരിക്കുക.
നല്ല ആക്റ്റീവായ കുട്ടിയായിരുന്നു, എന്നോട് വളരെ സ്നേഹമുള്ള കുട്ടിയായിരുന്നു. പിന്നെ പിന്നെ എന്നിൽ നിന്ന് അകലാൻ തുടങ്ങി. ഒരു ദിവസം രാത്രി ഞാൻ റൂമിലിരിക്കുമ്പോൾ വാതിലിൽ നല്ല ഇടി കേൾക്കുകയാണ്. ഞാനിങ്ങനെ വാതിൽ തുറന്നപ്പോഴേക്ക് കുറേ ആളുകൾ വന്നിട്ട് എന്നെ കഴുത്തിന് പിടിച്ച് ചുമരും അങ്ങ് ചേർത്ത് നിർത്തിയിട്ട് ഇടിക്കാനും പച്ചത്തെറി വിളിക്കാനും നീ അങ്ങനെയാടാ ഇങ്ങനെയാടാ എന്നൊക്കെ പറഞ്ഞ് എന്നെ വളരെ വളരെ ഒരു ഉസ്താദ് എന്ന് പോലും പരിഗണിക്കാതെ വളരെ മോശമായിട്ട് ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താ സംഭവം? ഈ പറഞ്ഞ പെൺകുട്ടിയുടെ എവിടെയോ ഞാൻ സ്പർശിച്ചു എന്ന് ആ കുട്ടി വീട്ടിൽ പോയി പറഞ്ഞത്രേ. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങളങ്ങനെ വല്ലതും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇന്നാലില്ല പൊന്നുസ്താദേ, എൻ്റെ കുഞ്ഞുങ്ങളാണത്, എൻ്റെ പൊന്നു മോളെ പോലെയാണ്. എനിക്ക് സ്വന്തം കുഞ്ഞില്ല, അതുകൊണ്ട് തന്നെ എനിക്കെൻ്റെ സ്വന്തം മോളെ പോലെയാണ്. അങ്ങനെ പരിഗണിച്ച കുട്ടിയാണ് ഉസ്താദേ. നന്നാവാൻ വേണ്ടിയല്ലേ നമ്മൾ തല്ലണതും പിച്ചണതും ഒക്കെ. ഇടയ്ക്കൊരു കാര്യം പറയട്ടെ, നമുക്ക് ഈ കൈകൊണ്ട് പെൺകുട്ടികളെ പിച്ചാനും തോണ്ടാനും നമ്മൾ നിൽക്കേണ്ടതില്ല. അത്രത്തോളം ആത്മാർത്ഥതയൊന്നും അതിൽ വേണ്ട. നമ്മൾ കുഞ്ഞുങ്ങളെ ഇനി പഠിക്കേണ്ട ഘട്ടം വന്നാലും ചെറിയൊരു ചൂരൽ, ചെറിയൊരു വടി, അതുകൊണ്ട് ചെറിയ ശിക്ഷണം മാത്രം കയ്യിൽ കൊടുക്കുക. അല്ലാതെ നിങ്ങൾ പിച്ചാനോ പഴയ കാലമൊന്നുമല്ല, ഒരിക്കലും ആ വിഷയത്തിൽ അത്ര ആത്മാർത്ഥത ആ വിഷയത്തിൽ കാണിക്കേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അവിടെ ഒരു വടി നിങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ, അതും അടിക്കുന്നതിനൊക്കെ പരിധിയുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ചെറിയൊരു വേദന, ഒരു ഉണർത്തൽ എന്ന നിലക്ക് മാത്രം ചെയ്യേണ്ട ഒരു സംഗതിയാണത്. അപ്പോൾ അവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഇവരാരും കേസ് കൊടുത്തില്ല. കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇട്ടാകെ നാറ്റിച്ചു. നാട്ടിൽ മൊത്തം നാറ്റ കേസായി. അങ്ങനെ ഈ കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കുന്നുണ്ട്. കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് കേസ് കൊടുക്കാമെന്ന് ആരോ പറഞ്ഞു. കൗൺസിലിങ്ങിന് വിധേയമാക്കിയപ്പോൾ ഇദ്ദേഹത്തെ എല്ലാവരും കൂടെ പുറത്താക്കി കേട്ടോ, നാട്ടിൽ നിന്ന് അടിച്ചോടിച്ചു. കൗൺസിലിംഗ് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് പറഞ്ഞു, ഇല്ല ഉസ്താദ് എന്നോട് മോശമായിട്ടൊന്നും പെരുമാറിയില്ല, എനിക്ക് വേദന എടുത്തപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്നു, പിന്നെ നിരന്തരം ഇങ്ങനെയുള്ള കേസുകളൊക്കെ കുട്ടി കേൾക്കണമുണ്ട്, ഉസ്താദിനൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉസ്താദ് എൻ്റെ ലൈംഗികാവയവത്തിൽ സ്പർശിച്ചു എന്ന് ഞാൻ നുണ പറഞ്ഞതാണെന്ന് കൗൺസിലറോട് കുട്ടി കാര്യം പറഞ്ഞു. അപ്പോൾ കൗൺസിലർ കാര്യങ്ങളൊക്കെ വീട്ടുകാരോട് പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ വീട്ടുകാർക്ക് ഭയങ്കര പശ്ചാത്താപം. വീട്ടുകാർ കമ്മിറ്റിക്കാരെ വിളിച്ചു പറഞ്ഞു. പക്ഷെ കമ്മിറ്റിക്കാർ സത്യം അറിഞ്ഞിട്ടും ഈ ഉസ്താദിനെ വിളിച്ചില്ല. അപ്പോൾ നാട്ടിൽ നിന്നൊരാൾ ഉസ്താദിനെ വിളിച്ചേക്കാണ്, ഉസ്താദെ ഇങ്ങനെ നിങ്ങളുടെ കാര്യത്തിൽ സത്യം തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് വേഗം കമ്മിറ്റിക്കാരനെ സെക്രട്ടറിക്ക് വിളിക്കുകയാണ്. സെക്രട്ടറി ഇങ്ങനെ സംഗതി, ഉസ്താദ് നിരപരാധിയാണ് കേട്ടോ, ഇനി കേസൊന്നുമില്ല, ഉസ്താദ് പേടിക്കണ്ട. മൂപ്പരെന്തോ തെറ്റിയത് പോലെയാണ് അവർ പറയണത്, കേസൊന്നും കൊടുക്കണില്ല, ഉസ്താദ് തെറ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞാനും കൂടി തിരിച്ചു വന്നോട്ടെ, ജോലിയൊന്നുമില്ല, ഈ പറയണം എനിക്കറിയാമല്ലോ, വലിയ കഴിവുള്ള അത്ര വലിയ പ്രഭാഷകനായ ഒരാളൊന്നുമല്ല, ആ മദ്രസ അധ്യാപനം കൊണ്ടാണ് കാര്യങ്ങളൊക്കെ നടന്നു വരുന്നത്, ഞാനങ്ങോട്ട് വന്നോട്ടെ. ഇനി ഉസ്താദിന് ഇവിടെ നിർത്തിയാൽ ശരിയാവൂല, അത് പിന്നെ ഞങ്ങൾക്കൊക്കെ പ്രയാസമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന്ന് ഞാൻ മദ്രസ വെറുത്തതാണ്, പിന്നെ ഞാൻ മദ്രസയിലേക്ക് ഞാൻ പോയിട്ടില്ല, ഞാൻ ദേ കരിക്ക് വിറ്റ് ഇവിടെ ജീവിച്ചോളൂ ഉസ്താദെ, സമാധാനമുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ആ നാട്ടിലേക്ക് പോലും പിന്നീട് പോകാൻ പറ്റാത്ത അവസ്ഥ. കാരണം അദ്ദേഹം കുറ്റവാളിയാണെന്ന് പറഞ്ഞത് എല്ലാവരും അറിഞ്ഞു, നിരപരാധിയാണെന്ന് എത്ര പേർ അറിഞ്ഞിട്ടുണ്ട്? വളരെ ചുരുക്കം ആളുകൾ. അദ്ദേഹത്തിൻ്റെ ഭാര്യയെപ്പോലും സമ്മതിപ്പിക്കാനായിട്ട് വളരെ പണിപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. നിരന്തരം ആളുകളിൽ നിന്നിങ്ങനെ കേട്ടപ്പോഴേ അവസാനം ആ നാട്ടുകാർ വിളിച്ച് ഭാര്യയോട് പറഞ്ഞു, നാട്ടുകാരിൽപ്പെട്ട ചില ആളുകൾ വിളിച്ചിട്ട്, ഉസ്താദ് നിരപരാധിയാണ്, ആ പെൺകുട്ടി ചതിച്ചതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് പലപ്പോഴും ഈ ഒരു വിഷയം കൂടെ നിങ്ങൾ ചേർത്ത് വായിക്കണം കേട്ടോ. പല കേസുകളിലും ഇങ്ങനെ പിടിക്കപ്പെടുന്ന ആളുകൾ നേരെ ജയിലിൽ അടയ്ക്കപ്പെടുന്നു, നാട്ടിൽ മുഴുവൻ വളരെ മോശം പീഡകനായി അറിയപ്പെടുന്നു. അതിൻ്റെ ഇടയിൽ കോടതി കുറ്റവിമുക്തനാക്കിയ ചില ഉസ്താദുമാരുണ്ട്. അവർ പുറത്തു വരുമ്പോൾ പത്രത്തിലും കാണൂല, നാട്ടിലും അറിയൂല, ആ മഹലിലും പറയൂല. അവിടെ കുട്ടിയുടെ സേഫ്റ്റി മാത്രമാണ് ആളുകൾ നോക്കുക. ഈ മനുഷ്യൻ്റെ ജീവിതം, ഇദ്ദേഹത്തിൻ്റെ അഭിമാനം, കുടുംബം, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ജീവിതം, മക്കളുടെ ജീവിതം, അവർ തല ഉയർത്തി നടക്കുന്നുണ്ട്, ഇതൊന്നും ആരും ചിന്തിക്കണില്ല. ആ മനുഷ്യൻ പിന്നെ അങ്ങനെ കഴിയുന്ന എത്ര ഉസ്താദുമാരുണ്ടെന്നറിയോ? അന്ന് പീഡനക്കേസിൽ ഈ അടിച്ചതിൻ്റെ പേരിൽ അവിടെ ഇവിടെ സ്പർശിച്ചു എന്ന് കള്ളക്കേസ് കൊടുത്തിട്ട് ജയിലിൽ പോയി കിടന്ന് പിന്നീട് കുറ്റവിമുക്തനാക്കി പുറത്തിറങ്ങിയപ്പോഴും അതേ പീഡനക്കേസ് പ്രതിയായിട്ട് തന്നെയാണ് നാട്ടിലറിയപ്പെടുന്നത്. ഇരുത്താൻ ആരും ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ ആകാൻ പാടില്ല. ഇവിടെ നമുക്കൊരു നിലപാട് കൃത്യമായി വേണം. ഇവിടെ ഇങ്ങനൊരു കേസ് മഹല്ലിൽ പിടിക്കപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അദ്ദേഹത്തെ രാഖി രാമാനം നാട് കടത്തുകയല്ല വേണ്ടത്. മനസ്സിലായോ? അടിച്ച് നിലം പരിശാക്കുകയും അല്ല വേണ്ടത്. അവിടെ ഇരുത്തിയിട്ട് ആ കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കുക. കൗൺസിലിങ്ങിൽ ഇദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ ശക്തമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾ മുമ്പിലുണ്ടാകണം. മഹല്ല് കമ്മിറ്റിക്കാരെ നിങ്ങൾ മുമ്പിലുണ്ടാകണം. നിങ്ങളല്ലാതെ രാഖി രാമാൻ അവിടെ നിന്ന് പാക്ക് ചെയ്തിട്ട് പൊയ്ക്കോ എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അയാൾ പിന്നെ വേറെ വള്ളിയിൽ പോയി ജോലി ചെയ്യും, അവിടെ ഇത് തന്നെ ആവർത്തിക്കും, അള്ളാഹിനോട് കണക്ക് പറയേണ്ടി വരും. അപ്പം അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പായാൽ പിടിച്ചവിടെ ഇരുത്തുക, കൃത്യമായി പോലീസുകാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ശക്തമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾ മുമ്പിലുണ്ടാകണം. ശക്തമായ ശിക്ഷ, ചെറുതൊന്നും കിട്ടിയാൽ പോരാ.
നല്ല കഠിനമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ മുമ്പിലുണ്ടാകണം. അതിന് മഹലിൽ പിരിവിട്ടിട്ടാണെങ്കിലും വക്കീൽ ഫീസ് കൊടുക്കാൻ നിങ്ങൾ മുമ്പിലുണ്ടാകണം. ഇങ്ങനെയുള്ള തെമ്മാടികൾ ഉമ്മത്തിൻ്റെ ഇടയിൽ ജീവിക്കേണ്ടവരല്ല. ശക്തമായ ശിക്ഷ വേണം. എന്നാൽ നിങ്ങൾ ആ കൗൺസിലിങ്ങിന് വിധേയമാക്കിയിട്ട് ആ കുട്ടി പറഞ്ഞത് കളവാണെന്നറിഞ്ഞാൽ ആ മനുഷ്യൻ നിരപരാധിയാണെന്ന് നാട്ടുകാരോട് വിളിച്ചു പറയണം. ഉസ്താദ് തെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ, പിന്നെ അവിടെ നിൽക്കണോ വേണ്ടെന്ന് ആ മനുഷ്യൻ തീരുമാനിച്ചോട്ടെ. അപ്പോൾ ഇതിൻ്റെ പേരിൽ അങ്ങനെ നിറയെ കള്ളക്കേസുകളും കൂടെ വരുന്നത് കൊണ്ടാണ് ഈ വിഷയം ഇത്രമേൽ വിശാലമാക്കി പറയേണ്ടി വന്നത്. ഏതായാലും ഇന്ന് ഈ പിടിക്കപ്പെട്ട ആൾ 20-ൽ പരം കേസുണ്ടെന്നാണ് പറഞ്ഞത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത് സത്യമാണെങ്കിൽ എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളോട് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ പറ്റുന്നത്? അങ്ങനെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഇവരുടെ മുമ്പിൽ സ്വന്തം മക്കൾ പോലും സുരക്ഷിതരാണോ? ഭയം തോന്നുകയാണ് ഇങ്ങനെ ഒരു കാലഘട്ടം. ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാളിറ്റി ഉള്ളവരെ നിലനിർത്തുക, ക്വാളിഫൈഡ് ആയ ആളുകളെ നിലനിർത്തുക, തഖ്വയും ഈമാനും ഉള്ളവരെ നിലനിർത്തുക. അങ്ങനെയുള്ള ആളുകളെ നല്ല സാലറി കൊടുത്ത് മഹല്ലിൻ്റെ മേൽനോട്ടത്തിൽ ഭംഗിയായി കൊണ്ടുപോകാൻ കഴിയുക. അതൊരു ഉത്തരവാദിത്വം എന്നാണ് മഹല്ല് കമ്മിറ്റി ഏറ്റെടുക്കണം. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്ന് നിരപരാധിയാണെന്ന് പറയാനും മഹല്ല് കമ്മിറ്റിക്ക് കഴിയണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതികഠിനമായ ശിക്ഷ ലഭിക്കട്ടെ, ഇല്ലെങ്കിൽ മാന്യമായി സത്യം പുറത്തു വരുന്ന അവസ്ഥ ഉണ്ടാകട്ടെ. അത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്.